വണക്കം, വന്ദനം, നമസ്കാരം. ഗുഡ് മോർണിംഗ് ടു യു ഓൾ. സ്വാഗതം ചെയ്യുകയാണ് ട്രേഡർ ഓപ്ഷൻ ട്രേഡറിൽ. ഞാൻ നിങ്ങളുടെ ഗുരുജി. ഈ വീഡിയോ സ്റ്റഡി പർപ്പസിന് വേണ്ടി മാത്രം ഇടുന്നതാണ്. അത് നിങ്ങളുടേതായ സ്റ്റഡിയും കൂടെ ആഡ് ചെയ്തിട്ട് നിങ്ങളുടെ ട്രേഡിംഗ് പ്ലാൻ നിങ്ങൾ തന്നെ ചെയ്യുക. നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് ബാങ്ക് നിഫ്റ്റി ഫ്യൂച്ചർ മാർക്കറ്റ് പ്രൊഫൈൽ ചാർട്ടാണ്. ഈ കാണുന്നത് സ്പ്ലിറ്റ് പ്രൊഫൈൽ എന്ന് പറയും. ഈ കാണുന്നത് അതിൻ്റെ എൻറ്റയർ ഒരു ദിവസത്തെ ക്യാൻഡിൽ എങ്ങനെയാണോ കാണുന്നത് അതേപോലെയാണ് റൈറ്റ് സൈഡിലുള്ള ഈ പ്രൊഫൈൽ കാണുന്നത്. ലെഫ്റ്റ് സൈഡിലുള്ളത് അരമണിക്കൂറത്തെ ക്യാൻഡിൽ കാണുന്നത് പോലെ സ്പ്ലിറ്റ് പ്രൊഫൈലാണ് കാണുന്നത്. 12 മാർച്ചിൻ്റെ പ്രൊഫൈലാണ്. ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്യുകയുണ്ട്. ഇന്നലെ വീഡിയോ ശ്രദ്ധിച്ചവർക്കറിയാം. ഇന്നലെ ഡിസ്കസ് ചെയ്യുകയുണ്ടായി നമ്മൾ. അതായത് മുകളിലോട്ട് നോക്കുന്നില്ല. അതേസമയം നമുക്ക് താഴെ ഒരു ലെവലും നമ്മൾ പറഞ്ഞിരുന്നു. മുകളിലോട്ട് ചാടി കയറിയ എല്ലാവർക്കും ഇന്നലെ അബദ്ധം പറ്റി. കാര്യത്തിൽ ഇന്നലെ ആൾക്കാരൊക്കെ പറയുന്നുണ്ടായിരുന്നു HDFC ബുള്ളിഷാണ്, അങ്ങനെയാണ്, ഇങ്ങനെയാണ്. ഞാൻ കൂടുതലായിട്ടും വിശ്വസിക്കുന്നത് അതാത് ചാർട്ടിലാണ്. ന്യൂസിലോ അല്ല വേറെ യാതൊരു ഗ്ലോബൽ ന്യൂസിലോ വേറെ യാതൊരു കാര്യത്തിലും ഞാൻ ശ്രദ്ധിക്കാറില്ല. ഞാൻ ശ്രദ്ധിക്കുന്നത് ഇപ്പോൾ ബാങ്ക് നിഫ്റ്റിയാണ് ട്രേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ട്, മാർക്കറ്റ് പ്രൊഫൈലിൻ്റെ ചാർട്ട് എന്താണ് ഇൻഫർമേഷൻ തരുന്നത് അതിനനുസരിച്ച് മാത്രമായിരിക്കും എൻ്റെ ട്രേഡിംഗ് സെറ്റപ്പ്. അതല്ലാതെ വേറെ യാതൊന്നും. ഇപ്പോൾ ആൾക്കാർ പറയും ബാങ്ക് നിഫ്റ്റിയിൽ നോക്കുമ്പോഴത്തേക്ക് HDFC നോക്കണം, ICICI നോക്കണം, അങ്ങനെയൊക്കെ പറയും. പക്ഷേ അതിൽ ഞാൻ കൂടുതൽ താല്പര്യപ്പെടുന്നില്ല. അത് ഓരോരുത്തരുടെ സ്റ്റൈലാണ്. ഓക്കെ, ഇന്നലെ എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ തിങ്കളാഴ്ചത്തെ ഡേ ഹൈയും ബ്രേക്ക് ചെയ്തു, ഡേ ലോയും ബ്രേക്ക് ചെയ്തു. സോ ഇതൊരു ഇമോഷൻ, നല്ല രീതിയിലുള്ളൊരു ഇമോഷനാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഇന്നത്തെ ട്രേഡ് സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ ഇന്ന് എവിടെയാണ് ഓപ്പൺ ആകണം എന്ന് നോക്കുക. അതായത് ഇന്നലെ ക്ലോസ് ആയ സ്ഥലത്ത് അതേ 47,500 അവിടെ തന്നെ നമുക്ക് വയ്ക്കാം. 47,500 നിന്ന് ഒരു 250 പോയിൻറ്റ്സാണ് നമുക്ക് ഓപ്പൺ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. 250 പോയിൻറ്റ്സിനകത്ത്. അതിപ്പോൾ ഇന്നലത്തെ ക്ലോസിൻ്റെ അവിടെ നിന്ന് താഴോട്ടായിരിക്കാം അല്ലെങ്കിൽ മുകളിലോട്ടായിരിക്കാം. എവിടെ ഓപ്പൺ ആകും എന്ന് പറയാൻ പറ്റില്ല. ആ ഓപ്പൺ എങ്ങനെയാണ് പ്രതികരിക്കുന്നതെന്ന് നോക്കുക. ഇപ്പോൾ 250 പോയിൻറ്റിനകത്ത് ഓപ്പൺ ആവുകയും ആ ഓപ്പൺ ഹോൾഡ് ചെയ്യുകയും, ഇതിന് ഓപ്പണിൻ്റെ ഒരു ചില സ്ട്രാറ്റജീസ് നമ്മളിവിടെ ഫോളോ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഓപ്പണിൻ്റെ എന്താ പറയുക, ഡേ ഓപ്പണിന് അതിന് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഓപ്പൺസ് ഒക്കെ ഉണ്ട്. മാർക്കറ്റ് പ്രൊഫൈലിൽ തന്നെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഓപ്പൺസ് ഉണ്ട്. എവിടെയാണ് വാല്യൂ ഏരിയയുടെ ലോയിലാണോ ഓപ്പൺ ആവുന്നത്, ഹൈയിലാണോ ഓപ്പൺ ആകുന്നത്, അതേപോലെ കുറേ സ്ട്രാറ്റജീസ് ഉണ്ട്. അത് അനുസരിച്ച് ഈ 250 പോയിൻറ്റ്സിൻ്റെ എവിടെയാണോ ഓപ്പൺ ആകുന്നത് അതനുസരിച്ച് നമുക്ക് ട്രേഡ് സെറ്റപ്പുകൾ പ്ലാൻ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ട്രേഡിംഗ് വ്യൂ ആണ് നിങ്ങൾ നോക്കുന്നു എന്നുണ്ടെങ്കിൽ ട്രേഡിംഗ് വ്യൂവിൽ ഇങ്ങനെ ഇത് നോക്കുക. ഇന്നലെ നമ്മൾ ലൈവ് ടെലഗ്രാമിൽ ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ ടെലഗ്രാം ടീമിൽ ഇല്ലാത്തവർ അതിൽ ജോയിൻ ചെയ്യുക. ഇതിൽ ക്ലിയർ ആയിട്ട് നമ്മൾ പറഞ്ഞു. അതായത് 420 അതിൻ്റെ താഴെയും 580 മുകളിലും ഒരു ബാലൻസ് മോഡിലായിരിക്കും, സൈഡ് വേ മാർക്കറ്റ് ആയിരിക്കും എന്ന് ഈ ക്യാൻഡിൽ ഫോം ആയപ്പം 11 മണിക്ക് നമ്മൾ അലേർട്ട് കൊടുത്തിരുന്നു നമ്മുടെ ടെലഗ്രാം ചാനലിൽ. കാരണം വെച്ചാൽ നിറച്ച് ആൾക്കാർ, ബിഗിനേഴ്സും നോർമലായിട്ട് ഇമോഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ആൾക്കാരും, എക്സ്പീരിയൻസ്ഡ് ആയിരിക്കും അവർ. പക്ഷേ അവരെ കൊണ്ട് ഇമോഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റാതെ ഈ ലോസ് ഉണ്ടല്ലോ, മുകളിലോട്ട് കയറി അവിടെ എന്താ പറയുക, സ്റ്റോപ്പ് ലോസ് ഹിറ്റായി വീണ്ടും താഴോട്ട് വന്നപ്പോൾ ഇവിടെ താഴെ ഈ 47,200 വന്നപ്പോഴത്തേക്കും ചാടി കയറി കാണാം 47,000 വരും എന്ന് പറഞ്ഞ് അവിടെയും സ്റ്റോപ്പ് ലോസ് ഹിറ്റായി. അപ്പോൾ ഈ സ്റ്റോപ്പ് ലോസ് റിവഞ്ച് ട്രേഡായിട്ട് മാറ്റി ആ ലോസിനെ റിക്കവർ ചെയ്യാനായിട്ട് ഇന്നലെ ഇവിടെ നിന്ന് കയറി കാണും. എന്നിട്ട് അവരുടെ ലോസ് ഇന്നലെ ഹ്യൂജ് ലോസായി വന്ന് കാണും. സോ അതൊക്കെ നമ്മൾ കൺട്രോൾ ചെയ്യാനായിട്ട് നമ്മുടെ പറ്റുന്ന സ്റ്റഡീസ്, ലൈവ് ഒബ്സർവേഷൻ എന്ന് പറഞ്ഞ ടെലഗ്രാം ചാനലിൽ ബാങ്ക് നിഫ്റ്റി ഫ്യൂച്ചറാണ് നമ്മളവിടെ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾ കാണുന്നത് ബാങ്ക് നിഫ്റ്റി ഫ്യൂച്ചറാണ്. ഈ ഫ്യൂച്ചർ ബേസ് ചെയ്ത് എനിക്ക് തോന്നുന്നു വളരെ റെയറായിട്ടുള്ള യൂട്യൂബ് ചാനൽസേ ഉള്ളൂ. അതിൽ ട്രേഡർ ഓപ്ഷൻ ട്രേഡറും ഒരാളാണ്. സോ നമ്മളിത് 11 മണിക്ക് പറഞ്ഞിരുന്നു ഈ റേഞ്ചിലായിരിക്കുമെന്ന്. ഏറെക്കുറെ ആ റേഞ്ചിൽ എത്ര സമയമായി, 12:45 1 മണി വരയ്ക്കും, 11 മണി മുതൽ ഏറെക്കുറെ 2 മണിക്കൂർ ഈ ചെറിയ ഒരു 160 പോയിൻറ്റിൻ്റെ റേഞ്ചിലായിരുന്നു ബാങ്ക് നിഫ്റ്റി. അതിനുശേഷം വലുതായിട്ടൊന്നും പോയില്ല, ചെറിയ റേഞ്ചിനകത്ത് തന്നെ ഇന്നലെ കഴിഞ്ഞ് കൂടി. സോ ഈ ലെവലൊക്കെ മാർക്ക് ചെയ്യുക. ഈ ലെവലൊക്കെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിനനുസരിച്ച് ഇന്ന് എക്സ്പയറി ആണ്, വീക്കിലി എക്സ്പയറി ആണ് ബാങ്ക് നിഫ്റ്റിക്ക്. അതിനനുസരിച്ച് നിങ്ങളുടെ ട്രേഡുകൾ നിങ്ങൾ പ്ലാൻ ചെയ്യുക. 250 to 500 ആണ് മാക്സിമം റേഞ്ച് എന്ന് പറയുന്നത്. കൂടുതൽ റേഞ്ച് വേണമെന്നുണ്ടെങ്കിൽ 500 നിന്ന് ഒരു ബ്രേക്കൗട്ട് തന്നാൽ മാത്രമേ ഒരു 750 800 1000 റേഞ്ച് വരാൻ സാധ്യതയുള്ളൂ. സോ അത് നിങ്ങൾ പ്ലാൻ ചെയ്യുക. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു വെരി മച്ച്.